വജ്ര രചന ഹീമ നവീൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. സാർ പറയില്ലേ അവന് വേണ്ടി എല്ലാ ടീച്ചേഴ്സും അവന് വേണ്ടി സംസാരിക്കില്ലേ? സമനില തെറ്റിയ പോലെ തന്റെ കൈയുളച്ചുകൊണ്ട് കരച്ചിൽ ചീളുകളോടെ പറയുന്നവളെ കണ്ട് ബഷീർ നിസ്സായതോടെ അതിലുപരി അവിശ്വസനീയതയോടെ നോക്കി. എബിൻ അവൾ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞ നിമിഷം പോലെ അവളിൽ എത്രമാത്രം അവൻ നിറഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. തിരിഞ്ഞു നിന്നിരുന്ന പ്രണവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ധൃതിയിൽ അത് തുടച്ചു മാറ്റുമ്പോൾ വജ്രയുടെ ഇടറിയ ശബ്ദമായിരുന്നു കാതിലും മനസ്സിലും നിറഞ്ഞു നിന്നിരുന്നത്. എടി, നിസ്സായതയോടെ നെറ്റിൽ വിരലൊരുസി എന്തോ പറയാനായി തുറഞ്ഞ ബഷീറിന്റെ കൈ തട്ടി മാറ്റി അവൾ ഓടിച്ചെന്ന് പ്രണവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അഭിമുഖമായി നിർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണെ മാനസിക സമ്മർദ്ദമേറി അവന്റെ കൈമുഷ്ടി ചുരുണ്ടു. കൊണ്ടുപോടാ എന്നെ, ഇവിടെ ഇങ്ങനെ നേറി നേറി നിൽക്കാൻ വയ്യ. എനിക്കറിയണം എന്താ ഉണ്ടായെന്ന്. നീ എന്നെ കൊണ്ടുപോവോ? അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും ശബ്ദം ചിലമ്പിച്ചു പോയിരുന്നു. നിമിഷാർദ്ധത്തിൽ പ്രണവിന്റെ വലത് കൈവെള്ള ആളുടെ കവളിനെ പൊതിഞ്ഞു. കൈവിരലുകൾ കണ്ണീരൊഴുക്കി വീണ് കുതിരുമ്പോൾ നിറഞ്ഞ സ്നേഹത്തോടെ അലിവോടെ അവനവളുടെ നെറുകയിൽ തലോടി. വാ. അത്രയും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വജ്രയുടെ കണ്ണുകൾ പ്രണവിന്റെ മുഖത്ത് തറഞ്ഞു നിന്നു. തന്നോടുള്ള കരുതലും സ്നേഹവും തന്റെ അവസ്ഥ കണ്ടുള്ള സങ്കടവും മുറ്റി നിൽക്കുകയാണ് ആ മിഴികളിൽ. വാതിലെത്തും മുമ്പേ ബഷീർ തടസ്സമായി കുറുകിയെന്ന് കണ്ട് പ്രണവ് നെറ്റി വിളിച്ചു. നീ ഇത് എന്ത് ഭാവിച്ച പ്രണവ്? ഇവളങ്ങോട്ട് പറഞ്ഞു തീരും മുമ്പേ കൈയുയർത്തി തടഞ്ഞിരുന്നവൻ. അവൾക്ക് സമാധാനം കിട്ടുന്ന എന്തോ അതേ ഞാൻ ചെയ്യുമെന്നതിനോട് വാക്ക് വാങ്ങിയിരുന്നില്ല, നീ മറന്നുപോയോ? വല്ലാതെ ദൃഢമായിരുന്നു അവന്റെ ശബ്ദം. ബഷീർ നിസ്സായതോടെ അവനെയും നോക്കി കൈപ്പത്തി കൊണ്ട് സ്വന്തം നെറ്റിലും തട്ടി. എടാ, നിനക്കെന്താ ബോധമില്ലേ? അവിടെ ആരൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ന്യൂസാണ് ഈ കാട്ടുതീ പോലെയാണ് പടർന്നിരിക്കുന്നത്. മീഡിയാസും പത്രക്കാരും ഉണ്ടാവും. അവിടെ ഇവളെയും കൊണ്ട് എബി ഇവളും തമ്മിലെ റിലേഷൻ അറിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. ഇവളെ കൂടി എല്ലാവരും ഇതിലേക്ക്. ബഷീർ ഈർഷ്യയോടെ പറഞ്ഞിരുത്തുമ്പോൾ ഇതെല്ലാം താൻ ഓർക്കാതിരുന്നിട്ടല്ല, അവളുടെ മനസ്സിന് ആശ്വാസം കിട്ടുമെങ്കിൽ എന്ത് റിസ്ക്കും എടുത്ത് അവളെ സഹായിക്കണമെന്നുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞു നെടുവീർപ്പോടെ ദൃഷ്ടി വജ്രയിലേക്ക് മാറ്റി പ്രണവ്. എല്ലാം കേട്ടല്ലോ, ഇനി പറ, ഇപ്പോഴും പോണം തന്നെയാണോ? നീ എന്ത് പറഞ്ഞാലും ആ തീരുമാനമാണ് എനിക്കുമെന്ന ഭാവമായിരുന്നു അവനപ്പോൾ. ഒട്ടും വൈകിൽ അവളുടെ ഉത്തരത്തിന്. പോകണമെന്ന് തന്നെ അവൾ കണ്ണുനിറച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു. വാബഷി, ഇവളാരെന്നോ എന്തെന്നോ ആരും അറിയില്ല. തനിയെ ഇവിടെ അവളെ വിട്ടുപോകാൻ എനിക്കിപ്പോൾ പറ്റില്ല. നമ്മൾ കൂടെ ഉണ്ടല്ലോ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒന്നുമില്ലെങ്കിലും മാത്യൂസ് എങ്ങളുണ്ടല്ലോ അവിടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ ഹീ ക്യാൻ ഹാൻഡിൽ ദാറ്റ്. അത്രയും പറഞ്ഞ് വജ്രയുടെ കൈ പിടിച്ചവൻ പുറത്തേക്ക് നടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയോടെ അവൾക്ക് പിറകെ ബഷീറും. പ്രണവിന്റെ ബൈക്കിന് പുറകിലേക്കുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ചകളോർത്തോ കേൾക്കാൻ പോകുന്ന വാർത്തകളോർത്തോ ഭയന്ന് നിയന്ത്രണാതീതമായി അവളുടെ ഹൃദയതാളം ഉയർന്നു. എബിയുടെ അവസ്ഥ എന്തായിരിക്കും? ആരോനും ഉപദ്രവിച്ച് കാണുമോ? എന്താണ് സംഭവിച്ചത്? ചോദ്യങ്ങൾ തലച്ചോറിൽ സൃഷ്ടിക്കുന്ന പ്രകമ്പനം താങ്ങാനാവുന്നില്ല. പ്രണവിന്റെ പുറത്തേക്ക് തലമുട്ടിച്ച് മുഖം താഴ്ത്തി അവളൊന്ന് തേങ്ങി. ശ്വാസമുലയ്ക്കുന്ന കൊടുങ്കാറ്റായാണ് പ്രണവിന് അത് അനുഭവപ്പെട്ടത്. എബിനു വേണ്ടി, അവനുവേണ്ടി മാത്രം മിടിക്കുകയാണ് ആ ഹൃദയം എന്ന് മനസ്സിലാക്കുമ്പോഴൊക്കെ കണ്ണുകൾ ചതിക്കുകയാണ്. ഇത്രമേൽ നീ അവനെ സ്നേഹിക്കുന്നു വജ്ര. എൻ്റെ ഉള്ളൊരുക്കുന്നു. മെഴുകുതിരി പോലെ നേറി നേറി ഇല്ലാതാവുന്ന എന്നെ ഞാൻ എങ്ങനെ ഒളിപ്പിക്കുന്നു എനിക്കറിയില്ല. എങ്കിലും ഒന്ന് പറയാം, നീ ചിരിക്കുന്ന മാത്രയിൽ അഗ്നി എൻ്റെ ദേഹം വിഴുങ്ങുകയാണെങ്കിൽ പോലും ഞാനത് ആഘോഷിക്കും. നിന്റെ ചിരി കാണാനായി മാത്രം ഞാൻ എന്നെ അടക്കം ചെയ്ത അറയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ എബിൻ മാത്യൂസ് നീചനായിരിക്കരുതെന്ന്, ചതിയനായിരിക്കരുതെന്ന്. സത്യം അവൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കണം. നിന്റെ വിശ്വാസം ശരിയായിരിക്കണം. അവൻ്റെ സ്നേഹം സത്യമായിരിക്കണം. ഇല്ലെങ്കിൽ ആ ചെന്നായെ കടിച്ചുകൂടാൻ പാകത്തിന് ഒരു വ്യാളിയായി ഞാൻ ഉണർന്നേക്കാം. എബിൻ, നിനക്ക് വേണ്ടി അവിടെ കണ്ണിൽ നിന്നൊരു തുള്ളി ഇറ്റുവീഴില്ല. പിന്നെ പ്രണവ് ജീവനോടെയുള്ളപ്പോൾ അതിനനുവദിക്കില്ല. ആക്സിലേറ്ററിൽ പിടിമുറുക്കുമ്പോൾ അവന്റെ മനസ്സും അതേ ശൗര്യത്തിൽ വിറവുണ്ട്. കൈ രണ്ടും കോർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് മുട്ടിച്ച് കൈമുട്ടുകൾ ടേബിളിലേക്ക് ഊന്നിയിരിക്കുന്ന എബിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. നെറ്റിയിലെയും കഴുത്തിലെയും ഞരമ്പുകൾ സങ്കടവും ടെൻഷനും ഭയവും വിളിച്ചോതി വലിഞ്ഞു മുറുകി എഴുന്നു നിൽക്കുന്നു. പോലീസ് ക്ലബിലെ ആ മുറിയിലിരുന്ന് താനകപ്പെട്ട ചക്രവ്യൂഹത്തെ ജീവനറ്റുപോവാതെ എങ്ങനെ ഭേദിക്കുമെന്ന ചിന്തയിൽ ഉലയുകയായിരുന്നു എബിൻ. തുറന്നിട്ട ജനാലയിലൂടെ വീശിയെത്തുന്ന പാതിരാക്കാറ്റേറ്റ് ഒരു രാത്രി മുഴുവൻ പ്രിയപ്പെട്ടവളോട് സംസാരിച്ച് എപ്പോഴാണ് ഉറങ്ങിയത് ഇന്നലെ. ആ ആദരങ്ങൾ കവർന്ന നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് അവർണ്ണീയമായ ഓരോ അനുഭൂതിയെ താലോലിച്ചുകൊണ്ട് നിദ്രയെ അറിഞ്ഞതുകൊണ്ടാവണം സ്വപ്നത്തിലേക്ക് കൂടി അവൾ കടന്നു വന്നത്. ആത്മാവിനാഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നൊരാ മധുര സമ്മാനം ഒരിക്കൽ കൂടി പകർന്നു നൽകുമ്പോൾ നാണത്തോടെ അവൾ തള്ളിമാറ്റും നേരം ഒന്ന് ചേർന്നു നിൽക്കുന്ന ഈ നിമിഷങ്ങൾ അത്രയും അവസാനിക്കാതിരുന്നെങ്കിലെന്ന്
അവളുടെ നക്ഷത്ര കമലിൽ ചുണ്ടമർത്തി കിതപ്പോടെ പറഞ്ഞ നേരമാണ് സ്വപ്നത്തെ ഭേദിച്ചുകൊണ്ട് ശരീരത്തെ ഉലച്ചുകൊണ്ട് അമ്മയുടെ ഭീതിയോടെയുള്ള വിളി കേൾക്കുന്നത്. സ്വപ്നത്തിൽ നിന്നുണർന്ന നേരം കേൾക്കുന്നത് തന്റെ ജീവിതത്തെ തന്നെ ചോദ്യചിഹ്നമാക്കി നിർത്താൻ പാകത്തിൽ തലയിൽ ചുമത്തപ്പെട്ട വാർത്തയും. കേട്ടതൊന്നും വിശ്വസിക്കാനാവുന്നില്ലെന്ന് മാത്രമല്ല, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തി നിമിഷങ്ങളേറെ വേണ്ടി വന്നു. വീട്ടിൽ നിറക്കുമ്പോൾ നിസ്സായത കൊണ്ടും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടുമൊക്കെ ഉദ്യോഗസ്ഥരോട് കരയുന്ന പപ്പയെയും കൂടെയുള്ള അമ്മയും ഒരു നോക്കിയുള്ളൂ. താനൊന്നും ചെയ്തിട്ടില്ലെന്നും തനിക്കൊന്നും അറിയില്ലെന്നും ശബ്ദമുയർത്തി പലതവണ പറഞ്ഞപ്പോൾ SI നീട്ടിയ തെളിവുകൾ കണ്ട് ഉത്തരമില്ലാതെ നിന്നുപോയി. ഇന്നലെ താൻ സഹായിച്ച അപരിചിതനായ ചെറുപ്പക്കാരനും അവന് ബൈക്കിൽ നിന്നിറക്കി എന്തോ പറഞ്ഞ് സംസാരിക്കുന്ന താനും അടങ്ങിയ CCTV ദൃശ്യങ്ങൾ. ഇതിലെവിടെയാണ് തന്റെ തെറ്റെന്ന് ആലോചിച്ച് കുതിരിമാറാനും ചോദ്യം ചെയ്യാനും തുടങ്ങുമ്പോഴേക്കും മറ്റൊരു തെളിവ് കൂടി മുന്നിലേക്ക് നീട്ടി. ബാംഗ്ലൂരിൽ പടർന്നു കിടക്കുന്ന കുപ്രസിദ്ധമായ മയക്കുമരുന്ന് മാഫിയയിലെ കേരളത്തിലെ കണക്ഷനിൽ പേര് ചേർക്കപ്പെട്ട ഒരുവന്റെ പിടിക്കപ്പെട്ട മൊബൈൽ ഫോണിൽ തന്റെ നമ്പറിൽ നിന്ന് വന്നു കിടക്കുന്ന ഒരു മെസ്സേജ്. ഭയ കോൾ കട്ടാക്കി, വിശ്വസിക്കുന്നില്ല എന്നെ, ഉച്ചക്കുമ്പ് മരുന്നെത്തും, എത്ര റിസ്ക് എടുത്തിട്ടായാലും ഞാനത് കൊടുക്കേണ്ടവർ കൊടുക്കും. എന്റെ കൂടെയുള്ളവന്റെ കയ്യിലാണ് ബാക്കിയുള്ളത്. സത്യ ചതിച്ചാണ് അവൻ. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ആ കാൽക്കീഴിൽ കൊണ്ടുവെക്കും ഞാൻ. പോലീസ് പുറകിലുണ്ട്. പാതിവെളിൽ ഞാനൊന്ന് റൂട്ട് മാറ്റിയതാ. പിടിക്കപ്പെടാതെ നോക്കാൻ എനിക്കറിയാം. ഭയോട് പറയേ, കൃത്യസമയത്ത് ഞാൻ എത്തുന്നു. ചതിക്കില്ല. ചതിച്ചാൽ എന്റെ ജീവനും ജീവിതവും ബാക്കി വെക്കില്ലെന്നറിയാം. ദൈവത്തെ ഓർത്തെന്റെ അത്രയേ ഉള്ളൂ. പറഞ്ഞു പൂരിപ്പിക്കാൻ അയാൾ കഴിഞ്ഞിട്ടില്ല. കൂട്ടുകാരനെ കണ്ടു എന്ന് പറഞ്ഞ് ചാടിയിറങ്ങിയത് ഓർത്തുപോയി. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിച്ച് തന്റെ തലയിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന തെറ്റിന്റെ ആഴം മനസ്സിലാക്കിയവൻ വിയർത്തുപോയി. ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജ് തന്റെ ഫോണിൽ അപ്പോൾ ഇല്ലെന്ന് വ്യക്തമായിട്ട് അറിയാം. പൂർത്തിയാക്കില്ലെങ്കിലും ആ ചാറ്റ് അവൻ ഞൊടിയിടയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. വിത്തും വേരും അന്വേഷിച്ചിനി അവരിലേക്ക് എത്തരുതെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് സൈബർ സെൽ വഴി ആ മെസ്സേജിന്റെ ഉറവിടം തന്റെ ഫോൺ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള വെരിഫൈഡ് സ്റ്റേറ്റ്മെന്റ് കണ്ട് ഇനി എങ്ങനെ പറഞ്ഞാലാണ് ഇവർ സത്യം വിശ്വസിക്കുകയാണെന്നറിയാതെ തലച്ചോറും ബുദ്ധിയും പ്രവർത്തനം മറ്റും മരവിച്ച പോലെയായി. വീടിനുള്ളിൽ നിന്ന് അമ്മയെ കൊണ്ട് എടുപ്പിച്ച തന്റെ ഫോൺ SI കൈവശപ്പെടുത്തി പപ്പയോട് കാര്യം ചുരുക്കി അവതരിപ്പിക്കുമ്പോൾ ആ മുഖത്ത് വിയർപ്പുടരുന്നു. ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് തന്റെ മകനെന്ന തിരിച്ചറിവ് വേദനയോട് ആ കണ്ണുകൾ പ്രതിഫലിക്കുന്ന കണ്ട് നെഞ്ചുപിടച്ചു. കരയുന്ന അമ്മയുടെയും തന്നെ നോക്കി നിൽക്കുന്ന പപ്പയുടെയും കൈപ്പിടിച്ച് താനൊരു തെറ്റും ചെയ്യില്ലെന്ന് ഇടർച്ചയോടെ പറഞ്ഞപ്പോൾ പപ്പയുണ്ട് കൂടെ, പീഡിപ്പിക്കരുത്, ഇവരൊരു ചുക്കും ചെയ്യില്ലെന്ന് ശബ്ദമുയർത്തി പപ്പ ഫോൺ എടുത്ത് വിളിക്കുന്നു. ഇപ്പൊ കാണാപ്പ എനിക്ക് എന്ന് ശൗര്യത്തോടെ അപ്പാപ്പനോട് പറയുന്ന കണ്ടാണ് നിറഞ്ഞ കണ്ണുകളോടെ പോലീസ് ജീപ്പിലേക്ക് കയറിയത്. പിന്നീട് ഇന്നീ നിമിഷം വരെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പ്രക്ഷുബ്ധമായ ഒരു കടലിനേക്കാൾ മേലെ ഭീകരമാണ്. ഈ ടേബിളിന് ചുറ്റും ഇരുന്ന ഉദ്യോഗസ്ഥർ മാറി മാറി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ അറിയില്ലെന്ന് പറഞ്ഞ് തളർച്ചയോടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി. അവരുടെ ശൗര്യം കൂടുകയാണ്. കഴിഞ്ഞിട്ടില്ല ഇനിയും ചോദ്യം ചെയ്യൽ. ഒരിടവേള എടുത്ത് ഓഫീസ് റൂമിലേക്ക് പോയിരിക്കുകയാണ്. വജ്ര അവൾ അറിഞ്ഞിട്ടുണ്ടാവും. സഹിക്കില്ല. തന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നവൾക്ക് ഇത് അതിജീവിക്കാൻ കഴിയുമോ? തളർന്നു പോകും അവൾ. അപകടം പറ്റിയപ്പോൾ മുൻപിൻ നോക്കാൻ സഹായിച്ചുള്ള ശിക്ഷ ഇത്ര ക്രൂരമായി പോയല്ലോ. വജ്ര, എനിക്കറിയാം. ആരെയും നോക്കാതെ പ്രത്യാഘാതങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെ നീ ഇവിടെ വരുന്നു. എൻ്റെ ഉള്ളിൽ നീറുന്ന ഇപ്പോൾ അതോർത്ത ഈ പോലീസ് ക്ലബിൻ്റെ മുറ്റത്ത് നീ വരണ്ടടി. ഇങ്ങനെ കാണേണ്ടി വന്നാൽ ഇതുവരെ ഞാൻ സ്വരുക്കൂട്ടി വെച്ച ധൈര്യം ചോർന്നു പോവും. തളർന്നു പോവാതെ ഞാൻ എന്നെ കാത്തേ മതിയാവൂ. ഞാൻ ഈ പരീക്ഷണം മറികടക്കും. എനിക്ക് കൂട്ടായി തേവക്കൽ മാത്യൂസ് ഉണ്ട്. എന്നോടൊപ്പമുള്ള എൻ്റെ ആത്മധൈര്യമാണത്. നിരപരാധിത്വം തെളിയിക്കാനൊരു നൂൽപ്പാലമെങ്കിലും പ്രകൃതി ഒരുക്കി തരാതിരിക്കുമോ? വരും. ഞാൻ ഈ ചക്രവ്യൂഹം ഭേദിച്ച് പുറത്തു വരും. അഗ്നിപരീക്ഷ ജയിച്ച് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ച് നിന്നിലേക്ക് എത്തിച്ചേരും വജ്ര. എനിക്കവനെ കണ്ടുപിടിച്ചേ മതിയാവും. പോലീസ് അന്വേഷിക്കുന്ന എന്നെ ഈ അവസ്ഥയിലാക്കിയവരെ, അവൻ്റെ നാവിന് തുമ്പിലുള്ള സത്യം തനിക്ക് അനുകൂലമായ മറ്റ് തെളിവുകളുടെ കൂട്ടത്തിലെ വജ്രമാണ്. അവൻ ഭയക്കുന്ന പയ്യും അവനെ തേടി ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് പോലീസുകാർക്കൊരു നിരീക്ഷണമുണ്ട്. ചോദ്യം ചെയ്യൽ മനസ്സിലാക്കിയ കാര്യമാണത്. തങ്ങളുടെ എല്ലാ രഹസ്യങ്ങളിലേക്കുമുള്ള താക്കോൽ അവനാണെന്ന് അറിയാവുന്നതുകൊണ്ട് പോലീസിന് മുമ്പിൽ അവൻ എത്തും മുമ്പേ ജീവനൊടുക്കാൻ തന്നെയാവും അയാളുടെ നീക്കം. പക്ഷെ അതിനുമുമ്പ് അവനെ കണ്ടെത്താൻ ശ്രമിക്കണം. പപ്പയുടെ ബ്രദേഴ്സും ക്ലബിലെ സുഹൃത്തുക്കളൊക്കെ വിചാരിച്ചാൽ നടക്കാതിരിക്കില്ല. താനൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ മേലെയാണ്. ശക്തമാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പും എന്തും നേടാനുള്ള തൻ്റെ ഇടവും. എല്ലാത്തിനും പുറമേ ഇന്ന് ജാമ്യം കിട്ടണം. പപ്പയെ നേടിയെടുക്കുന്ന ഏറെക്കുറെ ഉറപ്പുണ്ട് ഇപ്പോൾ. ആ ദേഷ്യമാണ് ഉദ്യോഗസ്ഥർ ഓരോ നിമിഷവും പ്രകടിപ്പിക്കുന്നത്. കുറേയേറെ തെളിവുകൾ ഒരൊറ്റ മെസ്സേജിൽ നിന്നും കോളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പോലീസുകാരെ ഒരു പരിധിയിൽ കൂടുതൽ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല. ഈ ഒരു ഗ്യാങ്ങിലേക്ക് അവർക്ക് അത് മാത്രമേ കച്ചിത്തുരുമ്പായുള്ളൂ. കാത്തിരിപ്പ്, പുറത്തേക്ക് ഇറങ്ങാനുള്ള കാത്തിരിപ്പ്. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ അത് അവള് തന്നെയാണെന്ന്. പ്രണവിനെ എനിക്ക് മനസ്സിലാവാതിരിക്കോ? പിന്നെ ആ മുസ്ലിം ചെക്കനും കണ്ണു നിറച്ച് കണ്ടോ വെച്ചു മോളെ. ഈർച്ചയോടെ പറഞ്ഞുകൊണ്ട് അയാൾ കാറിന്റെ ഡോറടച്ച് അരികിൽ നിൽക്കുന്ന ആ മുതിർന്ന മനുഷ്യനെ നോക്കി. വജ്രയുടെ മുത്തശ്ശനാണ്. കൂടെയുള്ളത് അവളുടെ ചിറ്റപ്പനും. തറവാളിലേക്കുള്ള യാത്രയിലാണ് തങ്ങളും അറിയണമെന്ന് ബൈക്കിൽ പോകുന്ന അവളെ അയാൾ കാണുന്നത്.
പക്ഷേ മുത്തശ്ശന് വിശ്വാസം തോന്നിയില്ല. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അസൈൻമെന്റിന്റെ കാര്യത്തിന് വേണ്ടി പ്രണവിന്റെ വീട്ടിലാണ് അവളെന്ന് അറിഞ്ഞപ്പോൾ സംശയം തോന്നി പിന്തുടർന്നാണ് വന്നെത്തി നിൽക്കുന്നു പോലീസ് ക്ലബിന്റെ പരിസരത്തും. ഗോൾഡൻ കളർ സിമ്മത്തലയുള്ള വാക്കിംഗ് സ്റ്റിക്കർ വലത് കൈ മുറുക്കി പോലീസ് ക്ലബിന്റെ എൻട്രൻസിലേക്ക് അക്ഷമയോടെ ടെൻഷനോടെ നോക്കി നിൽക്കുന്ന വജ്ര അയാൾ നെറ്റി വിളിച്ച് നോക്കി. അരികിൽ നിൽക്കുന്ന വജ്രയുടെ ചിറ്റപ്പൻ ആരോ ഒരാളോട് വിവരം തിരിക്കുകയാണ്. ആ കോമ്പൗണ്ടിൽ അങ്ങിങ്ങായി ഏതൊക്കെയോ മീഡിയാസിന്റെ റിപ്പോർട്ടിംഗ് മറ്റും നടക്കുന്നുണ്ട്. തേവക്കൽ ഫർണിച്ചർ ഷോപ്പുകളുടെ ഉടമ മാത്യൂസിന്റെ ഏക മകൻ എബിൻ മാത്യൂസിനെ ബാംഗ്ലൂരിലെ ഡ്രഗ്സ് മാഫിയയുടെ കേരളത്തിലുള്ള ഇടപാടുകാരിലെ ഒരാളാണെന്ന നിഗമനത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുകയാണെന്ന വാർത്ത കേട്ട് ഇക്കാര്യത്തിൽ വജ്രയ്ക്ക് എന്തിനാണ് ഇത്രയും ഉൾക്കണ്ടെന്നോർത്ത് മുത്തശ്ശന്റെ കണ്ണു നൂറുകി. പ്രണവിന് വിശ്വാസമാണ് വജ്രയ്ക്ക് ഒരു തെറ്റുപറ്റ അനുവദിക്കില്ല അവൻ. ഒരു കൂടുന്ന സംശയത്തിന്റെ നേരിയ പാളിക്ക് കനം കൂട്ടുണ്ടെന്ന പോലെ പ്രണവാണ് കൂടെയുള്ളതെന്ന് ബുദ്ധി ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ടെൻഷൻ അടിച്ചുള്ള അവളെ നിൽപ്പും അതാണ് അസ്വസ്ഥത പടർത്തുന്നത്. അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിൽ മാത്രമല്ലേ അവൾ ഇത്രയ്ക്ക് പരിഭ്രമപ്പെടേണ്ട കാര്യമുള്ളൂ. ഇളയച്ചനോട് ഞാൻ എന്നേ പറഞ്ഞ ആ പെണ്ണിനെ ഒന്ന് സൂക്ഷിച്ചോളാം. അന്ന് പക്ഷേ പ്രണവും അവളും തമ്മിലിങ്ങനെ ഇഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷമുള്ളൂന്നായിരുന്നല്ലോ മനസ്സിൽ. ഇളയച്ചന്റെ ചങ്ങായിയുടെ കൊച്ചുമോനവൻ. പക്ഷെ എനിക്ക് ആ കുടുംബക്കാരോട് ചേരുന്ന ആലോചിക്കാൻ വയ്യായിരുന്നു. സ്വത്തും പണമല്ലല്ലോ. ആ ചെക്കൻ്റെ ജാതകദോഷവും അതിന് പറ്റാത്ത കുറേ ബന്ധുക്കളും ഒരു സഹകരണം അവർ കാണിക്കാത്ത ഇവനും ആകെ തല്ലും പ്രാക്കും വഴക്കും വക്കാണ്. എന്നാ ഇന്നിപ്പത്തേ ഇതൊക്കെ കാണുകൾക്ക് ചെയ്യുമ്പോൾ അതെങ്കിൽ അത് മതിയായിരുന്നു തോന്നുന്നത്. അവളുടെ ടെൻഷനും പഠിച്ചതിനും കണ്ട എന്താ ഇതിനൊക്കെ അർത്ഥം? കണ്ടുപിടിച്ചിരിക്കുന്നതേ ചില്ലറ പുള്ളിയല്ലെന്ന്. മയക്കുമരുന്ന് അധോലോകം വരെ കണക്ഷനുള്ളവൻ, അതും ഒരു ക്രിസ്ത്യാനി ചെക്കൻ. തുടങ്ങാൻ പോവുകയച്ച പൂരവും പള്ളിപ്പെരുന്നാളും കൂടി ഒരുമിച്ച്. തറവാടിനെ അവള് സെമിത്തേരി കൊണ്ട് അടുക്കും, നോയിക്കോ. അയാളുടെ പറച്ചിൽ കേട്ട് രൂക്ഷമായിരുന്നു ഓട്ടം നോക്കി മുത്തശ്ശൻ. നാവടക്കി എന്നൊരു ആജ്ഞയായിരുന്നു കണ്ണുകളിൽ. അയാൾ ദേഷ്യം അമർഷവും അടക്കി കാറിലേക്ക് ചാരി നിന്നു. കാര്യം അറിയാണ്ട് ചിലക്കരുത് ദാസ. കേട്ടിടത്തോളം ആ ചെക്കന് ഇവിടെ കോളേജില്ല. തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടാവും. അതുകൊണ്ട് വിവരം അറിയാൻ വന്നതായി കൂടെ. നീ എന്റെ നെഞ്ചിലിങ്ങനെ തീ കോരിടാതെ അടങ്ങി നിൽക്കുക. പ്രണവ് അറിഞ്ഞുകൊണ്ടൊരു ചതിക്ക് കൂട്ടിക്കില്ല. എനിക്ക് അവന് വിശ്വാസമാണ്. കടുപ്പമേറിയ ശബ്ദത്തിൽ ദാസനം നടങ്ങി. പിറുപിറുത്തുകൊണ്ട് കാറിന്റെ ഡോറിൽ അമർഷം തീർക്കാറുന്ന പോലെ മുഷ്ടിയുരുട്ടി ഒന്ന് കുത്തി. നീ വാ, അവളിനി തിരിച്ച് വീട്ടിൽ പോകുന്നത് നമ്മളോടൊപ്പം മതി. എന്തിന്റെ പേരിലായാലും ഇങ്ങനൊരു സ്ഥലത്തിന് അധികം നേരം നിൽക്കാൻ സമ്മതിച്ചുകൂടാ. ദാസനോട് ആജ്ഞ പോലെ പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രദ്ധയോടെ ഇരു സൈഡിലേക്ക് നോക്കി. പുറത്തേക്ക് തുറക്കുന്ന വാതിലിന് മുമ്പിൽ നിന്ന് അവനൊന്ന് കണ്ണടച്ച് ശ്വാസം നീട്ടിയെടുത്തു. കാണാൻ പോകുന്ന പുരുഷാരത്തെ, ചോദ്യങ്ങളെ, കണ്ണുപൊളിപ്പിക്കാൻ മിന്നുന്ന ക്യാമറ ഫ്ലാഷുകളെ ധൈര്യമായി നേരിടാനുള്ള ആത്മവിശ്വാസം ആർജിക്കുകയായിരുന്നു ആ 2-3 മിനിറ്റിലവൻ. കൺമുമ്പിൽ അവളുണ്ടാകുമോ? ഉണ്ടായാൽ നോട്ടം കൊണ്ടുപോലും പരിഗണിക്കാൻ കഴിയില്ല ഈ അവസ്ഥയിൽ. കാണുന്ന മാത്രമേ മനസ്സ് കൈവിട്ട് ഉള്ളിലെ സംഘർഷം മുഴുവൻ തീർക്കാൻ അവളുടെ ചുമൽ കൈയടക്കിയിരിക്കും താൻ. ഒരു കൂട്ടം വേട്ട നായ്ക്കളുടെ മുന്നിലേക്ക് അവളെ ഇട്ടുകൊടുക്കുന്നതിന് തുല്യമായിരിക്കുമത്. സോഷ്യൽ മീഡിയകൾ മാത്രമല്ല, തനിക്ക് വേണ്ടി വലവിച്ചിരിക്കുന്നവർ കൂടി അവളൊരു ഇരയായി മാറും. കുറച്ചു നേരത്തിന് എബിൻ മാത്യൂസിന്റെ കോളേജ് മേറ്റ് മാത്രമാണ് വജ്ര. മുന്നിൽ അപ്പോൾ കാണുകയാണെങ്കിൽ അവളെ സേഫാക്കി നിർത്താൻ ഇത്തിരി നേരത്തെങ്കിലും വിഷമിപ്പിക്കുകയല്ല വേറെ മാർഗമില്ല. ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവനൊപ്പം 2 ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഓഫീസ് റൂമിലിരിക്കുന്ന അഡ്വക്കേറ്റ്സിനെയും മാത്യൂസിനെയും കണ്ട് അവനൊരു വരണ്ട ചിരിയിരിച്ചു. ആ നിമിഷം മാത്യൂസ് ഓടി വന്നവനെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി പുറത്തു പതിയെ തട്ടി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മണിക്കൂറുകളായി അനുഭവിച്ച കടുത്ത മാനസിക സംഘർഷത്തിന്റെ ബാക്കിപത്രമായി അവന്റെ കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്ന ക്ഷീണം കണ്ട് നെഞ്ചിൽ തിങ്ങുന്ന നോവിനെ കടിച്ചമർത്തുമ്പോൾ ഈ മണിക്കൂറുകൾ തങ്ങൾക്ക് മേൽ ചാർത്തി തന്നവനെ ഉടലോടെ ഇരിക്കാനുള്ള കലി സിരകളിൽ കുത്തിയൊലിച്ച് പാഞ്ഞിരുന്നു. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ ജാമ്യം എന്ന് പറയുന്ന എനിക്കുള്ള രക്ഷയൊന്നുമല്ല. നീ തുമ്മുന്ന പോലും ഞങ്ങളുടെ നിരീക്ഷണത്തിലുണ്ടാവും എന്ന് ചുരുക്കം. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അന്ന് എബിൻ മാത്യൂസ് എന്ന പേര് ലിസ്റ്റിൽ ഇടം പിടിച്ച ഇന്ന് രക്ഷക്കെത്തി ഈ വക്കീലോ തേവക്കൽ മാത്യൂസ് എന്ന നിന്റെ പപ്പയോ നോക്കുത്തി പോലെ നിൽക്കേണ്ടി വരും. ഓർത്തോ, സ്ഥിരമായിട്ട് നമുക്ക് അങ്ങ് ജയിലിൽ സീറ്റ് ഉറപ്പിക്കാം. പെർമനന്റ് അഡ്മിഷൻ എടുത്ത് തന്നിരിക്കും ഞാൻ. സിയുടെ ശൗര്യം നിറഞ്ഞ വാക്കുകൾക്കും ചുണ്ടിലെ പരിഹാസിച്ചിരിക്കും മറുപടിയായി എബിൻ സൗമ്യമായൊന്ന് ചിരിച്ചു. അയാൾ കണ്ണുകൾ കുറുക്കി. മാത്യൂസിന്റെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. പപ്പയെ ശാന്തമാക്കാൻ എന്ന പോലെ എബിൻ അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഒരു സാധാരണക്കാരന് നീതി കിട്ടണമെങ്കിൽ രണ്ടും കൽപ്പിച്ച ആൾ തന്നെ ഇറങ്ങിപ്പുറപ്പെടണമെന്ന ചിന്ത നിങ്ങൾ ഓഫീസേഴ്സ് തന്നെയാണ് സാർ ഉണ്ടാക്കി കൊടുക്കുന്നത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.